ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഈദ് മുബാരക്. അപ്പോൾ ഇതാ ഈദൊക്കെ ഇങ്ങ് എത്തി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസ് റെസിപ്പി ആയിട്ടാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ മന്തി പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് മദ്ഫൂൻ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് മട്ടൻ മദ്ഫൂനാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ 1 കിലോ മട്ടനാണിത്. ഒരു 5 വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഈ മട്ടൻ പീസസ് നമുക്കൊന്ന് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മിക്സ് ആഡ് ചെയ്യണം. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മന്തി മസാലയോ മജ്മൂസ് മസാലയോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും 1 ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിരുന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് 2 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്യാം. ബട്ടറിന് പകരം ഗീ ആയാലും കുഴപ്പമില്ല കേട്ടോ. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മല്ലി ഇങ്ങനെ സീഡ്സ് ആയിട്ടില്ലെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ഗാർലിക് ആഡ് ചെയ്യണം. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. അത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ ശേഷം അതും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു 2 മീഡിയം ടൊമാറ്റോ ഒന്ന് പുഴുങ്ങിയിട്ട് അതൊന്ന് ജ്യൂസാക്കി എടുത്തതാണ്. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ അറബിക് സ്പൈസ് മിക്സും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. ഈ അറബിക് ഡിഷിലൊക്കെ സാധാരണ നല്ല സ്പൈസിനെസ് കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ പീസസുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മട്ടൺ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 7 മുതൽ 10 വരെ വിസിൽ വേണ്ടി വരും. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ കുക്കറിനനുസരിച്ച് മട്ടൻ്റെ വേവിനനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് അരി ഒന്ന് സോക്ക് ചെയ്യാം. സല്ല റൈസോ ബസ്മതി റൈസോ മതി. ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അരി നമുക്ക് 20 മിനിറ്റ് സോക്ക് ചെയ്യാം. അപ്പോൾ അരി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ സോക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യുക. സോക്ക് ചെയ്തതിന് ശേഷം കഴുകിയാൽ ചിലപ്പോൾ അരി പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 7 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടൻ്റെ വേവിനനുസരിച്ചും ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചും ഈ വിസിലിൻ്റെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് പൊട്ടാറ്റോ വേണം. അപ്പോൾ ഞാൻ വലിയൊരു പൊട്ടാറ്റോ തൊലി കളഞ്ഞിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ക്യാരറ്റും വേണം. ഇനി പൊട്ടാറ്റോയും ക്യാരറ്റും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിൽ വരുത്താം. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടാറ്റോവും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഉടച്ച് കളയരുത് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ വേണം. ഇനി ഈ കുക്കറിൽ നിന്ന് മട്ടൻ പീസസും അതുപോലെ പൊട്ടാറ്റോൻ്റെയും ക്യാരറ്റിൻ്റെയും പീസസും മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പാൻ എടുക്കുന്ന കേട്ടോ നല്ലത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി പോലെ ഒരുപാട് സവാളയൊന്നും വേണ്ട, ഒരു സവാളേൻ്റെ പകുതി മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ സവോളേൻ്റെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 2 കഷ്ണം കറുകപ്പട്ട, ബേ ലീഫ്, ഏലക്ക, അതുപോലെ കുറച്ച് കുരുമുളക് സീഡ്സ്. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ലെമൺ ആണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ലെമണിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ടേസ്റ്റൊക്കെ നിറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരി ഏകദേശം 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്ര അരിയാണോ എടുത്തത് അതിന് ഡബിൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കുറച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് മട്ടൻ പീസസും പൊട്ടാറ്റോവും അതുപോലെ തന്നെ ക്യാരറ്റും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള വന്ന വെള്ളമാണിത്, മട്ടൻ വേവിച്ചപ്പോൾ ഉള്ള വെള്ളം. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി തൊലി കളയാതെ നന്നായിട്ട് കഴുകിയെടുത്താണിത്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ചിക്കൻ ക്യൂബ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. പറയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നന്നായി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മാക്കിയിട്ട് വേവിച്ചാൽ മതി. നമ്മുടെ റൈസ് ഒരു 90% വേവായിട്ടുണ്ട്. ഫുൾ അങ്ങ് വേവണ്ട കേട്ടോ, കുറച്ച് നമുക്ക് ദം ചെയ്യുമ്പോൾ വേവിക്കാം. ഇനി ചോറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മട്ടൻ മാറ്റി വെച്ചപ്പോൾ അതിൽ എന്തെങ്കിലും മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സ്മോക്കി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോളോ അല്ലെങ്കിൽ ചിരട്ടിയോ കത്തിച്ചിട്ട് മന്തി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അറബിക് സ്പൈസ് മിക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കോള് കത്തിച്ചെടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്, ഏത് ഓയിലായാലും മതി. ഇനി ഉടനെ തന്നെ നമുക്കൊരു വാഴയിലയോ അല്ലെങ്കിൽ ഫോയിലോ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. ആ ഒരു സ്മോക്ക് ഒട്ടും തന്നെ പുറത്ത് പോകാത്ത രീതിയിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുത്തതിന് ശേഷം വേഗം തന്നെ നമുക്ക് ലിഡും കൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇത് ഏകദേശം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റോളം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഞാൻ 10 മിനിറ്റ് ദം ചെയ്തു. അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് തുറന്ന് നോക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മട്ടൻ പീസസ് കുറച്ച് ഓലിവ് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ട്രഡീഷണൽ സ്റ്റൈലിൽ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മദ്ഫൂൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ മട്ടൻ പീസസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ മദ്ഫൂൺ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈസിന് മുകളിലായിട്ട് മട്ടൻ പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് പൊട്ടാറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സവോളയും റെസിൻസും ഫ്രൈ ചെയ്തത് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മദ്ഫൂൺ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഈ മട്ടൻ മദ്ഫൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലെ മീറ്റ്. അപ്പോൾ ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും നമ്മൾ നല്ലോണം വേവിച്ചെടുക്കണം. ഈ മട്ടൻ്റെ എല്ലിൻ്റെ മുകളിൽ നിന്ന് മീറ്റ് ഇങ്ങനെ ഊർന്നിറങ്ങുന്ന പോലെ അത്രയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. സൈഡ് ഡിഷായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പം മട്ടൻ സൂപ്പും സാലഡും കൂടി ഉണ്ടാവും. ടൊമാറ്റോ ചട്നി ഞാൻ ഉണ്ടാക്കിയത് 2 ടൊമാറ്റോ, 3 പച്ചമുളക്, ഒരു അര സവോള, കുറച്ച് കൊറിയാണ്ടർ ലീഫ്, പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ.
അപ്പോൾ മന്തിയൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തില്ലേ, ഇനി പുതിയൊരു ഐറ്റം നമുക്ക് ട്രൈ ചെയ്യാം. മട്ടൺ വേവിച്ച വെള്ളത്തിൽ നമ്മൾ ഈ റൈസ് വേവിച്ചുകൊണ്ട് തന്നെ റൈസ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ ഒരു മട്ടൺ മദ്ഫൂൺ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.